ഹലോ. ഇതൊക്കെ വെള്ളിയാഴ്ച രാവിലെ തന്നെ പ്രദക്ഷിണം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരും പോയിട്ടുണ്ടായിരുന്നു പ്രദക്ഷിണത്തിന്. അപ്പം വാവയൊന്നും കഴിക്കാതൊക്കെ പോയതുകൊണ്ട് കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുരിശിൻ്റെ വഴി നല്ല മനോഹരമായിട്ടായിരുന്നു നടന്നത് കാര്യങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു നല്ല വെയിലെന്ന് പറഞ്ഞാൽ അസൽ വെയിലാണ്, ഒരു രക്ഷയില്ല. എൻ്റെ തലയിൽ കൂടെ നല്ല ഷാളൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ നടന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ കുടയൊക്കെ പിടിച്ചിട്ട് ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. വെള്ളമൊക്കെ ഇടയ്ക്ക് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9 കഴിഞ്ഞ് പള്ളിയിൽ ചെന്നപ്പോഴത്തേനും അവിടെ ചെന്നിരുന്ന് പിന്നെ ഇതിൻ്റെ കുരിശിൻ്റെ വഴിയുടെ അവസാന ഭാഗവും കഴിഞ്ഞതിന് ശേഷത്തിന് പിള്ളേർക്ക് നല്ല വിശപ്പും കാര്യങ്ങളുമായിട്ട് പിന്നെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയിട്ട് എന്നാലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. അവസാനം അവർക്ക് ആഹാരം ഇതെല്ലാം കൊടുത്ത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ കഞ്ഞിയും വെച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിലോട്ട് വന്നപ്പോഴത്തേനും പള്ളിയിൽ ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയും പ്രാർത്ഥനയും കാര്യങ്ങളായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും പള്ളിയിലെത്തി. അപ്പോഴത്തേനും പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങൾ. അതിനുശേഷം അച്ഛൻ ശുശ്രൂഷ കർമ്മങ്ങളെല്ലാം തുടങ്ങി. അപ്പോഴത്തേനും എന്താണ്ട് ഞങ്ങൾ ചെന്ന ശേഷമാണ് അച്ഛൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഇതിനെ കൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ഈശോയുടെ തിരുമുഖം എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഇതൊക്കെയാണ്. അപ്പോഴത്തേക്കും മഴയുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ വെച്ചിട്ട്. അപ്പോഴത്തേനും മഴയെല്ലാം തോന്നുന്നു. എന്തായാലും പ്രാർത്ഥിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മഴയാണ്. മഴയെല്ലാം തോന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ഇറങ്ങിയത്. അങ്ങനെ അതിൻ്റെ പ്രദക്ഷിണം പൂർത്തിയായി. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ഗുഡ് ഫ്രൈഡേ ആശംസകൾ നേരുന്നു.